ഇവനാൾ പുലിയല്ല കേട്ട. കെ സുധാകരൻ ഇതുവരെ ഒരു ഇമേജ് ഉണ്ടാക്കി വെച്ചിരുന്ന ആള് സിംഹമാണ്, പുലിയാണ്. ഈ പുള്ളിക്ക് ഈ സ്ട്രീറ്റ് റൗഡികളെ പോലെ അണ്ടർവേൾഡ് ഡോൺസിനെയൊക്കെ പോലെ ഈ ഫിസിക്കലായിട്ടുള്ള ആക്രമണമൊക്കെ നടത്താനുള്ള ധൈര്യവും ശൗര്യമൊക്കെ ഉള്ളൂ. നമ്മുടെ പിണറായിയെ ഇവിടെയൊക്കെ ചവിട്ടി വീഴ്ത്തിയിട്ടുണ്ടെന്നല്ലേ പറയും. ഇയാൾ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് അല്ലെ വിമതനായിട്ട് മത്സരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ കണ്ണൂരിൽ മത്സരിച്ചിരിക്കുമെന്ന് 15 ദിവസം മുമ്പ് പറഞ്ഞ ആളാണ്. ഇപ്പം വാലും ചുരുട്ടി മടക്കി വെച്ച് പട്ടി ചന്തയ്ക്ക് പോയാലേ തിരിച്ചു വന്നു. ഇയാൾക്ക് എന്തുകൊണ്ട് മത്സരിക്കത്തില്ല? ഇയാളോട് ഏകയാണിയൊക്കെ പറഞ്ഞു നമുക്ക് പിണറായി വിജയൻ്റെ ഭരണം അവസാനിപ്പിക്കണ്ടേ എന്ന് വെച്ചാൽ പിണറായി വിജയൻ്റെ ഭരണം അവസാനിപ്പിക്കേണ്ടതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം കെ സുധാകരൻ. പിണറായി വിജയൻ്റെ ഭരണം മാറ്റാൻ വേണ്ടി സുധാകരൻ ബലിയാടാകണം. അത് വിശ്വസിക്കാൻ മാത്രമുള്ള മൂളയെ ഈ കെ സുധാകരനുള്ളൂ. വിമതരായിട്ട് മത്സരിച്ച് കഴിഞ്ഞ 75 വർഷത്തിൻ്റെ ഇടയിൽ ഒരു 15 ഇലക്ഷൻ നടന്നതിൽ എങ്ങനെ ഒരു 10-30 പേരിലും പല ഇലക്ഷനിലായിട്ട് മത്സരിച്ചിട്ടുണ്ട് ഒരേ പാർട്ടിയിൽ നിന്ന്. അതിന് പറയും വിമതൻ. ഈ വിമതന്മാർ ജയിച്ചു കഴിഞ്ഞാൽ പാർട്ടിയിലോട്ട് 2 കൈ കൊണ്ട് ഇങ്ങനെ സ്വാഗതം ചെയ്യും. അപ്പോൾ സുധാകരന് മത്സരിച്ച് സുധാകരൻ്റെ കെയർ ഓഫിൽ വേറെ 2-3 പേരെയും കൂടെ മത്സരിപ്പിച്ച് ജയിച്ചിരുന്നെങ്കിൽ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെ പാലക്കാട് നിർത്താമായിരുന്നു. ജയിപ്പിച്ചിരുന്നെങ്കിൽ സുധാകരൻ്റെ മുഖ്യമന്ത്രി പദം തന്നെ ഡിമാൻഡ് ആവശ്യപ്പെടാൻ പറ്റുമായിരുന്നു. ഒരു 68 അല്ല 69-70 കൃത്യം സീറ്റ് കിട്ടുകയാണ്. അപ്പോൾ ആ ചാൻസാണ് ഈ സുധാകരൻ കളഞ്ഞത്. എന്തിനു വേണ്ടി കളഞ്ഞു ആർക്കറിയാം. ഇനിയിപ്പോൾ KPCC പ്രസിഡന്റ് ആക്കിയാലോ? VD സതീശനെ മുഖ്യമന്ത്രി ആകുന്നെങ്കിൽ കെ സുധാകരനെ ഒതുക്കി താഴെ ഒരു 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 ബ്രാഞ്ച് സെക്രട്ടറിയുടെ അത്രയും പോലും വാല്യൂ കാണത്തില്ല. ഇപ്പോൾ ഉള്ള സണ്ണി ജോസഫിനുള്ള വാല്യൂ അറിയത്തില്ല KPCC പ്രസിഡൻ്റായിട്ട്. ആ വാല്യൂ സുധാകരനും കിട്ടത്തുള്ളൂ. അപ്പോൾ സുധാകരൻ അങ്ങനെ നിൽക്കാത്തതുകൊണ്ടാണ് അയാളെ മാറ്റിയത്. അപ്പം ഇനിയിപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ നിർത്താൻ പറ്റും, വഴി കയ്യിലുണ്ടല്ലോ. ഒരു പെണ്ണ് കേസിൽപ്പെടുത്താൻ സതീശന് ആൾ എക്സ്പെർട്ടല്ലേ. ഏതെങ്കിലും ഒരു പെണ്ണിനെ കൊണ്ട് ചാറ്റ് ചെയ്യിപ്പിക്കും. ചാറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ടൊരു പരാതിയൊന്നും കൊടുക്കണ്ട. പരാതിക്കാരുണ്ടോ എന്ന് ചോദിച്ചു പിന്നെ പോലീസ് പുറകെ നടക്കും. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെ നടന്ന പോലെ. നന്ദി, നമസ്കാരം.